നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ കാണാറുള്ള കുറച്ച് തെറ്റുകളുണ്ട്. ചില തെറ്റുകളൊക്കെ ശ്രദ്ധയിൽ പെടാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തലമുടി അഴിച്ചിട്ടിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. കൂടുതലും സ്ത്രീകളാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ആൺകുട്ടികളും പുരുഷന്മാരും തലമുടിയൊക്കെ നീട്ടി വളർത്തിയവരുണ്ട്. എങ്ങനെയാണെങ്കിലും തലമുടി അഴിച്ചിട്ടിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കയറരുത് എന്ന് പറയണത്? എന്താണ് അങ്ങനെ കയറിയാലുള്ള ദോഷം? നമുക്കതിനെക്കുറിച്ചൊക്കെ ഇന്നൊന്ന് പറയാട്ടോ. പലരും അറിവില്ലായ്മ കൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. കാരണം ഒരു ക്ഷേത്രമാകുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട്. അത് ക്ഷേത്രത്തിൽ പാലിക്കുമെന്നല്ലേ പറയുന്നുള്ളൂ. പുറത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം. പക്ഷേ ക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തലമുടി അഴിച്ചിട്ടിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ എന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത? അതേക്കുറിച്ച് ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാന വിഷയം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ ആ ഒരു ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറയാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ കൂർമാവതാര രൂപത്തിലായിരുന്നു അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അരയ്ക്ക് താഴോട്ട് കൂർമ്മത്തിൻ്റെ രൂപത്തിലും അരയ്ക്ക് മുകളിലോട്ട് മഹാപ്രഭുവായിട്ട് ചതുർബാഹുവായിട്ടാണ് ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ട് കൈകളിൽ ശംഖും ചക്രവും പിടിച്ചിട്ട് പിന്നെ രണ്ട് കൈകൾ അഭയമുദ്രയും വരദാനമുദ്രയായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം. അപ്പം ഇങ്ങനെ ഒരു അലങ്കാരം വരുമ്പോൾ, പ്രത്യേകിച്ച് മഹാപ്രഭുവായിട്ട് ചതുർബാഹുവൊക്കെ ആയിട്ടുള്ള അലങ്കാരം വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് തോന്നുക? നമ്മുടെയൊക്കെ സംരക്ഷകനായി നിൽക്കുന്ന ഭഗവാനായിട്ടാണ് തോന്നുക. പ്രത്യേകിച്ച് അഭയമുദ്രയാണ്. നമുക്ക് എല്ലാവർക്കും അഭയമേകുന്ന ഭഗവാനാണ്. വരദാനമുദ്രയുണ്ട്. അപ്പം എന്തൊക്കെ ആഗ്രഹങ്ങളും എല്ലാം നടത്തി തരുന്ന, അതെല്ലാം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന ഭഗവാനാണ്. പിന്നെ ശംഖും ചക്രമൊക്കെ പിടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെയൊക്കെ സംരക്ഷണത്തിനായിട്ട്, നമുക്ക് ചുറ്റും ഒരു കവചമായിട്ട് നിൽക്കുന്ന ഭഗവാനായിട്ടാണ്. അപ്പോൾ എല്ലാ സങ്കടങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുക. അതിനെല്ലാം ഭഗവാന്റെ അടുത്ത് പരിഹാരമുണ്ട്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റാനൊക്കെ ആയിട്ട് സാധിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് നമ്മുടെ മനസ്സിലും തോന്നുന്നത്. ഇപ്പോൾ കൂർമാവതാരമായിട്ട് ഭഗവാൻ അവതരിക്കുന്നത് തന്നെ പാലാഴി മഥനത്തിൻ്റെ സമയത്ത് മന്ദരപർവ്വതം താഴേക്ക് സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയപ്പോൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് ഭഗവാൻ കൂർമാവതാരം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളും. ഇങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇനി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ സമുദ്രത്തിൻ്റെ ആ ഒരു ആഴത്തിലേക്ക് താഴ്ന്നു പോകുന്നവരൊക്കെ ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ, ഗുരുവായൂരപ്പനെ മുറുകെ പിടിക്കുക. ആ ഒരു വിശ്വാസം, എല്ലാത്തിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കും, സംരക്ഷിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ആ കൂർമ്മമായിട്ട് അവതരിച്ചതുപോലെ എല്ലാ കയങ്ങളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരും നമ്മളെ എല്ലാവരെയും. ആ വിശ്വാസവും ആ ഒരു പ്രാർത്ഥനയും മാത്രം മതി എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അത് പിന്നെയും പിന്നെയും ഇങ്ങനെ ഓരോ അലങ്കാരത്തിലൂടെ വന്നുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരുടെയും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഭഗവാൻ മാറ്റിത്തരട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ പാദങ്ങളെ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് നന്നായിട്ട് തൊഴുത് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാട്ടോ. ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവേശിക്കുന്ന സമയത്ത് തലമുടി കെട്ടിവെച്ചിട്ട് വേണം പോകാനായിട്ട്. അത് ഇന്ന ക്ഷേത്രത്തിൽ നിന്നൊന്നുമില്ല കേട്ടോ. ഏത് ക്ഷേത്രമാണെങ്കിലും തലമുടി അഴിച്ചിട്ടിട്ട് പോകാനായിട്ട് പാടില്ല. ഒരു കൂട്ടം ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രമാണെങ്കിൽ അവിടേക്ക് മുടി അഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വിരോധമൊന്നുമില്ല എന്ന്. അതിൻ്റെ കാരണം അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി മുടി അഴിച്ചിട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് കാണാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ തൊഴാൻ പോകുന്നവർക്കും അങ്ങനെ ചെയ്യാം. അതാണ് അതിൻ്റെ കാരണം കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല യാഥാർത്ഥ്യം. ഒരിക്കലും ഒരു ക്ഷേത്രത്തിലും തലമുടി അഴിച്ചിട്ട് പോകാനായിട്ട് പാടില്ല. കാരണം അവിടേക്ക് പോകുന്നവരെ, അതായത് നമ്മൾ ഭദ്രകാളിയാണോ, നമ്മൾ ഭഗവതിയാണോ, അവിടെ ഇരിക്കുന്ന ആളാണോ ഭഗവതി, കാണാൻ പോകുന്നവരാണോ ഭഗവതി? അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. ഭഗവതിക്ക് ഇരുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമ്മളെല്ലാവരും അവിടെ തൊഴാനായിട്ട് പോകുന്നവരാണ്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്.
അപ്പോൾ എല്ലാവരും തലമുടി കെട്ടി വെച്ചിട്ട് വേണം പോകാനായിട്ട്. അത് ഏത് ക്ഷേത്രമാണെങ്കിലും, ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലും നല്ല എവിടെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുകയാണെങ്കിലും തലമുടി കെട്ടി വെച്ചിട്ട് വേണം പോകാനായിട്ട്. അറ്റ്ലീസ്റ്റ് ആ തുമ്പൊന്ന് കെട്ടിയിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ പ്രായമായവരൊക്കെ കണ്ടിട്ടുണ്ടോ, അവരൊന്നും ഒരിക്കലും മുടി അഴിച്ചിടില്ല, നന്നായിട്ട് മുറുകെ കെട്ടി വെച്ചിട്ടാണ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുക. സാധാരണ നമ്മൾ എവിടെയാണ് മുടി അഴിച്ചിട്ടിട്ട് കാണാറുള്ളത്? അതായത് ഏത് സമയത്താണ് മുടി അഴിച്ചിട്ട് ക്ഷേത്രത്തിൽ ഒരാളെ കാണുക? അത് കോമരങ്ങളെ നമ്മൾ കാണാറുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരിക്കുക ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞു മീനഭരണിക്ക് അവിടെ നിറയെ കോമരങ്ങൾ എത്തും. അവരൊക്കെ വാളും ചിലമ്പും പട്ടൊക്കെ കൊടുത്തിട്ട് മുടി അഴിച്ചിട്ടിട്ടാണ് വരിക. അവർ കോമരമാകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് മാത്രമേ മുടി അഴിച്ചിടൂ. അങ്ങനെയുള്ള സമയത്ത്, അതായത് വെളിച്ചപ്പെടുന്ന ഒരു സമയം, ആ സമയത്ത് മുടി അഴിച്ചിടാം. അല്ലാത്ത പക്ഷം ഒരിക്കലും മുടി അഴിച്ചിടാനായിട്ട് പാടില്ല എന്നാണ് പറയുക. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കോമരത്തിനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഭഗവതിയുടെ കോമരം ഉണ്ടല്ലോ, അത് ഭഗവതിയുടെ താലപ്പൊലിയുടെ സമയത്തൊക്കെ അദ്ദേഹം പട്ടൊക്കെ കൊടുത്തിട്ട് ആ തിരുവായുധമൊക്കെ കയ്യിലേന്തിയിട്ട്, അതായത് വാളും ചിലമ്പൊക്കെ കയ്യിലേന്തിയിട്ട് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് അവിടെ ഇങ്ങനെ പറയെടുക്കുന്നതൊക്കെ കാണാം. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ പലതവണ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇങ്ങനെ ചടങ്ങുകളൊന്നും ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹം തൊഴാനായിട്ട് വരാറുണ്ട്. അവിടെ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ ആ വാതിൽ മാടത്തിൽ അവിടെ ഇരുന്ന് ജപിക്കുന്നതൊക്കെ കാണാം. ഞാൻ അവിടെ പോയിട്ട് നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹമൊക്കെ അദ്ദേഹത്തിൻ്റെ വാങ്ങിക്കാറുണ്ട്, നമസ്കരിക്കാറൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് നല്ല നീണ്ട തലമുടിയാണ്, പക്ഷെ അത് കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം തലമുടി അഴിച്ചിട്ട് പോകാനായിട്ട് പാടില്ല എന്നുള്ളത്. എപ്പോഴാണോ ഭഗവതിയുടെ ആ പട്ടവ് കൊടുത്തിട്ട് ആ തിരുവായുധം കയ്യിലേന്തുന്നത്, ആ സമയത്താണ് മുടി അഴിച്ചിടുക. അപ്പോൾ അദ്ദേഹം ഭഗവതിയായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത്, ആ കോമരമാകുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് മുടി അഴിച്ചിടാനായിട്ട് അനുവാദമുള്ളൂ, കോമരങ്ങൾക്ക് മാത്രം. അല്ലാതെ ഒരാൾക്കും മുടി അഴിച്ചിട്ട് കയറാനായിട്ട് പാടില്ല കേട്ടോ ക്ഷേത്രത്തിലെ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മുടി അഴിച്ചിട്ടിട്ട് നടക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ തലമുടി നനച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നടക്കുകയാണെങ്കിൽ, അങ്ങനെ നടക്കരുതെന്നാണ് പറയുക. തുമ്പെങ്കിലും ഒന്ന് കുറച്ചൊരു തുണി വെച്ചിട്ട് ഇട്ട് വെക്കും. പണ്ടുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുക, തുമ്പൊന്ന് കെട്ടിവെക്കും, വെള്ളം ഇറ്റി വീഴാനായിട്ട്. അല്ലാതെ കെട്ടി വെക്കരുതെന്നാണ് പറയാറുള്ളത്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറുതെ അഴിച്ചിട്ട് നടക്കുകയാണെങ്കിൽ കൂടെ താഴെ മുടികളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ മുടിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ അവിടെ വൃത്തിയാക്കുന്ന ജീവനക്കാരുണ്ടല്ലോ, അവരടിച്ചു കൂട്ടുന്നതിനിടയിൽ മുടിയൊക്കെ കിട്ടും, അവരത് പുറത്ത് കൊണ്ടുപോയിട്ട് കളയും. അപ്പം ഇതൊക്കെ അശുദ്ധിയാണ്. ഈ മുടിയൊക്കെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ഐശ്വര്യം കുറയ്ക്കുന്നതാണ് പറയുക. ഐശ്വര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് മുടി അഴിച്ചിടരുത് എന്ന് പറയണത് കേട്ടോ. പക്ഷെ ഭഗവതിമാരാണെങ്കിൽ, നമ്മളാരും ഭഗവതി അല്ലല്ലോ, ഭഗവതിമാർക്ക് അവരുടെ കോമരങ്ങൾക്ക് ചെയ്യാം, അല്ലാതെ യാതൊരാൾക്കും ചെയ്യാനായിട്ട് പാടില്ല. ആറാം തമ്പുരാനിലെ ഒരു ഡയലോഗൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഡയലോഗാണ്. മഞ്ജു വാര്യർ ഇങ്ങനെ മുടിയൊക്കെ കഴിച്ചിട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട്, ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ എന്നുള്ളത്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചോദിച്ചേ? കാരണം മുടി അഴിച്ചിട്ടാ വരുന്നേ, ഭഗവതിയാണ് മുടി അഴിച്ചിട്ടിട്ട് വരിക, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവതിമാർക്ക് ചെയ്യാം. നമ്മളാരെങ്കിലും ഭഗവതിയാണോ? ആണെങ്കിൽ ചെയ്യാട്ടോ, വിരോധമില്ല. അല്ലാത്ത പക്ഷം ഒരാൾ മുടി അഴിച്ചിട്ടിട്ട് ക്ഷേത്രത്തിലേക്ക് പോകരുതെന്നാണ് പറയുക. അതിൻ്റെ കാരണം ഇതാണ്, ഐശ്വര്യം പോകും, ഐശ്വര്യം കുറയുന്നാണ് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഈ തലമുടി കെട്ടിവെക്കുക, നല്ല ഭംഗിയായിട്ട് കെട്ടിവെക്കുക എന്ന് പറയണത് ഒരു അച്ചടക്കത്തിൻ്റെ ലക്ഷണം കൂടിയാണ്. അത് ക്ഷേത്രത്തിനകത്തെ കാര്യമാണ് പറയണത്. നമുക്ക് പുറത്ത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുകയാണ്, അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം, മുടിയൊക്കെ അഴിച്ചിടാം, അതൊന്നും വിരോധമല്ല കേട്ടോ. കാരണം മുടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. അപ്പോൾ അഴിച്ചിടുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടായിരിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാം. നന്നായി അണിഞ്ഞൊരുങ്ങി പോകണം എന്ന് തന്നെയാണ് പറയുക. അല്ലാതെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ട്, തോന്നിയതുപോലെ വസ്ത്രം ധരിച്ചിട്ട് അങ്ങനെയൊന്നും പോകരുത്. നീറ്റായിട്ട് വസ്ത്രം ധരിക്കണം. മേക്കപ്പ് ഒക്കെ ചെയ്യണം തന്നെയാണ് പറയുക. നമ്മൾ കുട്ടികളെയൊക്കെ ഒരുക്കിയിട്ടല്ലേ കൊണ്ടുപോകുക. അത് മുതിർന്നവർക്കും പാതകമാണ്. കുറേ മേക്കപ്പ് ചെയ്ത് കുട്ടിയടിച്ച് വെക്കാന്നല്ല കേട്ടോ ഉദ്ദേശിക്കണത്. നല്ല വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെ വേണം എല്ലായിടത്തേക്കും പോകാനായിട്ട്. പക്ഷേ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിട്ടകൾ പാലിക്കുക തന്നെ വേണം കേട്ടോ. കാരണം അത് ക്ഷേത്രമാണ്. നമ്മുടെ സൗന്ദര്യം കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പറ്റീഷനോ ഒന്നുമല്ല അങ്ങോട്ടേക്ക് വരുന്നത്. ഭഗവാനെ കാണാനായിട്ടാണ്. അവിടെ ഭഗവാനെയാണ് നമ്മൾ വാഴ്ത്തേണ്ടത്. ഭഗവാനായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഭഗവതിക്കായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാനായിട്ട് കേട്ടോ. അല്ലാത്തടത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ
ഇനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് വരുന്നവരെ നല്ല ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയാറുള്ളത് കേട്ടോ. മുടി താഴെ വീണ് കഴിഞ്ഞാൽ ഐശ്വര്യം കുറയുന്നതാണ് പറയുക. ഐശ്വര്യം കൂട്ടാനല്ലേ എല്ലാവരും നോക്കുക. അപ്പോൾ ഇനി അങ്ങനെ മുടി അഴിച്ചിട്ട് വരുന്നവരെ അറ്റ്ലീസ്റ്റ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വേണം കയറാനായിട്ട് കേട്ടോ. പിന്നെ കയറി കഴിഞ്ഞാൽ അങ്ങനെ പിന്നെയും മുടിയുമ്പോൾ തൊടുക, തലയുമ്പോൾ തൊടുക, അങ്ങനെയൊന്നും ചെയ്യരുതെന്നും മുൻപ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഭഗവാൻ ഇപ്പം എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു താമരപ്പൂ, ഒരു തുളസിമാലയൊക്കെ കൊടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മുടിയിലൊക്കെ തൊട്ടിട്ട് പിന്നെ ആ കൈമൊക്കെ തൊടുന്നത് അത് നല്ലതല്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അത് അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുക. കാരണം ഭഗവാനെ നേദിക്കാനുള്ള കാര്യങ്ങളില്ല. അപ്പോൾ അതൊരു പൂവാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഭഗവാനെയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ മുടിയിൽ ഇങ്ങനെ തുടരുന്നൊക്കെ പറയും. അപ്പം പുറത്തുനിന്ന് തന്നെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കഥ പറയാം. കർമ്മഫലത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് പറയാനായിട്ട് പോണത്. ഈ കർമ്മഫലം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തൊക്കെ ഭൂമിയിൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുകയും കൂടെ വേണം. അതിപ്പോൾ ചെറുത് വലുതെന്നൊക്കെ വ്യത്യാസമുള്ളൂ, എന്തായാലും അനുഭവിക്കണം. അപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ കാര്യങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം പലതരത്തിലുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, അതൊക്കെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്നവർ. പിന്നെ തെറ്റുകൾ ചെയ്യുന്നവർ, പറയുന്നവർ ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാളെ സഹായിച്ചു എന്ന് വിചാരിക്കാം. നമുക്കൊരു സഹായം വരുമ്പോൾ ചിലപ്പോൾ അവർ തിരിച്ച് സഹായിക്കില്ല. അങ്ങനെയുള്ളവരുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം, അങ്ങനെയുള്ള സ്നേഹങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട്. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറയുക, ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ, ഇല്ലാവചനങ്ങൾ പറഞ്ഞു വരുത്തുക. പിന്നെ ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലാതിരിക്കുക. അപ്പോൾ അയാളെന്നെ താഴ്ത്താനായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് പറഞ്ഞു നടക്കുക. ഇതൊക്കെ തെറ്റുകളിൽ പെടും. ഇതൊക്കെ കർമ്മങ്ങളാണ്, ഇതിനൊക്കെ ഫലവും ലഭിക്കും. നല്ലത് ചെയ്താൽ നല്ല ഫലം ലഭിക്കും, മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം ഫലങ്ങളാണ് അതിന് ലഭിക്കുക. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചിട്ടേ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതിന് മുന്നേ പോകേണ്ടതായിട്ട് വന്നാൽ ഇത് അനുഭവിക്കാനായിട്ട് മാത്രം പിന്നെയും ജന്മം എടുക്കുന്നതാണ് പറയുക. അതാണ് കഴിഞ്ഞ ജന്മങ്ങളിലെ മുജ്ജന്മ പാപത്തിന്റെ ഫലങ്ങളൊക്കെ ആയിരിക്കാം ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ കർമ്മഫലം എന്ന് പറയണത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചൊരു കഥ പറയാം കേട്ടോ. ഒരു രാജാവ്, അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള, വളരെ വിശ്വാസിയായിട്ടുള്ള, മഹാവിഷ്ണു ഭക്തനായിട്ടുള്ള ഒരാളായിരുന്നു. നന്നായി തന്നെ രാജ്യമൊക്കെ ഭരിക്കും. പ്രജകളുടെ ക്ഷേമങ്ങൾക്കൊക്കെ അദ്ദേഹം വളരെ തൽപരനാണ്. നല്ല സമ്പത്തും സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യമാണ്. എല്ലാവർക്കും ഇദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ നല്ലൊരു രാജാവായിരുന്നു ഇദ്ദേഹം. ഒരു മഹാവിഷ്ണു ഭക്തനാണെന്നും കൂടെ പറഞ്ഞിരുന്നല്ലോ. എല്ലാ മാസത്തിലെയും 2 ഏകാദശിയും ഇദ്ദേഹം നോൽക്കും. ഏകാദശി, നിർജ്ജല ഏകാദശി ആയിട്ടാണ് നോൽക്കുക. അത് നല്ല ഭക്തിയോട് കൂടിയിട്ടാണ് അതൊക്കെ നോൽക്കുക. നോറ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ദ്വാദശിക്ക് അദ്ദേഹം അന്നദാനമൊക്കെ നൽകും. ബ്രാഹ്മണർക്കും എല്ലാവർക്കും ഭക്ഷണമൊക്കെ നൽകും ദ്വാദശിയൂട്ട്. അങ്ങനെ നൽകുന്ന ഒരാളായിരിക്കും ഇദ്ദേഹം. തന്നെയാണ് വിളമ്പൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഏകാദശിയൊക്കെ നോറ്റിട്ട് പിറ്റേ ദിവസം ഭക്ഷണം അന്നദാനത്തിന്റെ സമയത്ത് ഇദ്ദേഹം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശത്ത് കൂടെ ഒരു പരുന്ത് ഒരു സർപ്പത്തിനെയും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാലിൽ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് ഇങ്ങനെ പറന്നു പോവുക. അപ്പോൾ ഈ സർപ്പം അത് ഓൾറെഡി ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉഗ്ര വിഷമുള്ള സർപ്പമാണ്. അങ്ങനെ അന്നദാനം നടക്കുന്നതിൻ്റെ നേരെ മുകളിലെത്തിയപ്പോൾ ഈ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ഒരു തുള്ളി വിഷം, ഉഗ്രവിഷമാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മരണം സംഭവിക്കും. ആ വിഷത്തിൻ്റെ ഒരു തുള്ളി താഴേക്ക് ഇങ്ങോട്ട് ഇറ്റ് വീണം. അത് ഈ ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ ഇലയിലേക്കാണ് വീണത്. ഇയാൾ ഇത് അറിഞ്ഞിട്ടില്ല. രാജാവ് ഇത് കണ്ടിട്ടില്ല. ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ ആരെങ്കിലും അറിയോ? പരുന്ത് അറിഞ്ഞിട്ടില്ല. പരുന്ത് ഇത് കണ്ടിട്ടേ ഇല്ല താഴെ അന്നദാനം നടക്കുന്നുണ്ടെന്നുള്ളത്. ഈ സർപ്പാണെങ്കിലോ അത് ചത്തുപോയ കാരണം അതും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. ഈ വിഷമാണെങ്കിൽ താഴേക്ക് വീണു. ഇത് കഴിച്ചു. കുറച്ച് സമയത്തിനകം ഈ കഴിച്ച ആള് മരണപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോൾ രാജാവിന് ആകെ സങ്കടമായി. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയണില്ല. വലിയ വിഷമായിട്ടോ. കാരണം വേറെ ആർക്കും ഒരു കുഴപ്പം വന്നിട്ടില്ല, ഈ ആൾ മാത്രമാണ് മരിച്ചു പോയത്. ഇദ്ദേഹം വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോവുക. അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷനായി. അപ്പോഴാകട്ടെ അവിടേക്ക് യമധർമ്മനും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ മരിച്ച ആളുടെ ആത്മാവിനെ യമപുരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കയറൊക്കെ ആയിട്ടാണ് അദ്ദേഹവും വന്നിരിക്കുന്നത്. അദ്ദേഹം പക്ഷെ കൊണ്ടുപോകാതെ ഒരു ആശയക്കുഴപ്പത്തിലാണ് നിൽക്കുന്നത് നാരദ മഹർഷി കണ്ടു കേട്ടോ. അപ്പോൾ നാരദര് ചോദിച്ചു, അങ്ങ് എന്താണ് കൊണ്ടുപോകാതിരിക്കണേ ആത്മാവിനെന്ന് ചോദിച്ചപ്പോൾ യമധർമ്മൻ പറഞ്ഞു, ഇപ്പോൾ ഈ മരിച്ച ആളുടെ ഈ ഒരു കർമ്മഫലം ഉണ്ടായിരിക്കും, ഈ മരണപ്പെട്ടതിൻ്റെ ഒരു കർമ്മഫലം ഉണ്ടായിരിക്കും. അത് ഞാൻ ആർക്കാണ് കൊടുക്കുക എന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം. കാരണം ഈ ഭൂമിയിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെയൊക്കെ ഫലം ആരെങ്കിലും ഒക്കെ ഒരാൾ അനുഭവിച്ചേ മതിയാകൂ. അത് ചെയ്ത ആൾ തന്നെ ആവണമെന്നില്ല, ആർക്കെങ്കിലും ഒക്കെ അനുഭവിച്ചേ മതിയാകൂ. അത് ആർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഈ രാജാവിന് അത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണ്, എല്ലാവർക്കും നല്ല കാര്യം സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ കർമ്മഫലം കൊടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ പരുന്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പരുന്തിനും അറിയില്ല താഴെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന്. പരുന്തിനറിയോ ഈ സർപ്പത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെ തുള്ളി വീണത്? പരുന്തിനറിയോ? അപ്പോൾ പരുന്തിനും കൊടുക്കാനായിട്ട് സാധിക്കില്ല. സർപ്പത്തിന് പറ്റുമോ? അതുമില്ല, അത് ഓൾറെഡി മരിച്ചു പോയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ആർക്ക് കൊടുക്കണം എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞാൻ നിൽക്കണതെന്ന് പറഞ്ഞു. നാരദർ ചോദിച്ചു, അങ്ങനെ കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇതൊരു സ്വാഭാവികമായിട്ടുള്ള മരണമല്ലേ, അപ്പം അങ്ങനെ തന്നെ പൊക്കൂടെ എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, തീർച്ചയായിട്ടും ആ കർമ്മഫലം ആരെങ്കിലും ഒക്കെ ഒരാൾ അനുഭവിച്ചേ തീരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും രണ്ടുപേർക്കും ആശയക്കുഴപ്പമായി. അങ്ങനെ യമധർമ്മൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു സൂത്രം കിട്ടി. വേഗം തന്നെ ഒരു ബ്രാഹ്മണന്റെ വേഷം കെട്ടിയിട്ട് അന്നദാനം നടക്കുന്ന അതിൻ്റെ ആ പരിസരത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ചുള്ളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു, അതെ ഇവിടെ രാജാവ് അന്നദാനമൊക്കെ നടത്തുന്നുണ്ടെന്ന് കേട്ടുല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞ് നല്ല സ്വാദുള്ള ഭക്ഷണമൊക്കെ എനിക്ക് കഴിക്കാനായിട്ട് സാധിക്കുമോ? ആ വഴിയൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അന്നദാനമൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് പോകണ്ട, വളരെ അപകടമാണ്. ഇപ്പോൾ ഇതാ ഒരാളവിടെ മരണപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, രാജാവ് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, പക്ഷെ ആളുകൾ ഇങ്ങനെ കൊല്ലാനൊക്കെ ആയിട്ട് പാടുണ്ടോ? കാരണം നോക്കൂ, അവിടെ ഒരാൾ മരണപ്പെട്ടു പോയി, ആ ഭക്ഷണമൊന്നും കൊള്ളില്ല, അതിൽ വിഷാംശമുള്ള ഭക്ഷണമാണ്, അത് കഴിച്ചിട്ട് വേറെ കുറേ പേർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി, പലരും ചികിത്സയിലാണ്, അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടേക്ക് പോവുകയേ ചെയ്യേണ്ട, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ അത് ഈ യമധർമ്മൻ കേട്ടു. അദ്ദേഹത്തിന് നല്ല സന്തോഷം തോന്നി. വേഗം നാരദരുടെ അടുത്തേക്ക് സാധാരണ വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആളെ കിട്ടി, ഈ കർമ്മഫലം കൊടുക്കാനുള്ള ആളെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ആരെയും ചോദിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീനെ കണ്ടു, അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു, ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സ്ത്രീനെയാണ് ഞാൻ ഈ കർമ്മഫലം ഏൽപ്പിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ നാരദർ ചോദിച്ചു, അവരിതൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവർ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടും കൂടിയില്ല, ഈ മരണത്തിന് ഉത്തരവാദിയേ ഇല്ല, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചു. ആ സ്ത്രീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇല്ലാത്ത കാര്യങ്ങൾ രാജാവിനെ പറ്റിയൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? യമധർമ്മൻ ഈ ആത്മാവുമായിട്ട് പോയി. അപ്പോൾ പിന്നെയും നാരദർക്ക് സംശയം, കാരണം ഈ ഒരു കാര്യത്തിൽ പെടാത്തൊരു സ്ത്രീക്കാണ് കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ആ സംശയം തീർക്കാനായിട്ട് സാക്ഷാൽ ഭഗവാന്റെ അടുത്തേക്ക്, വൈകുണ്ഠത്തിലേക്ക് നാരദ മഹർഷി എത്തി. ഭഗവാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, യമധർമ്മൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ കർമ്മത്തിനും ഒരു ഫലം ഉണ്ടായിരിക്കും, അത് ഒരു ജീവി അല്ലെങ്കിൽ മറ്റൊരു ജീവി അനുഭവിച്ചേ തീരൂ, അങ്ങനെയാണ് അത് തീർക്കേണ്ടത്. പക്ഷെ ഇവിടെ നോക്കൂ, രാജാവ് ഒന്നും അറിഞ്ഞിട്ടില്ല, അദ്ദേഹം നല്ലവനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പരുന്ത് ആ സർപ്പത്തിനെ ഭക്ഷണമാക്കാനായിട്ടാണ് കൊണ്ടുപോയത്, അതും അറിഞ്ഞിട്ടില്ല, അതിനും കൊടുക്കാൻ പറ്റില്ല. സർപ്പമാണെങ്കിൽ നേരത്തെ ചത്തുപോയി, അതുകൊണ്ട് ആ വിഷം വീണത് സർപ്പം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് ആർക്കും ആ കർമ്മഫലം കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ആ സ്ത്രീക്ക് എന്തുകൊണ്ടാണ് അത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രംഗത്തിൽ ആ സ്ത്രീ ഇല്ലെങ്കിൽ കൂടിയിട്ട് അവർ ചെയ്ത ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അവർ പറഞ്ഞ ആ ഒരു കാര്യം, അത് വളരെ വലിയൊരു തെറ്റായിരുന്നു, ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞു പരത്തിയത് അല്ലേ. ആ രാജാവ് വളരെ മോശപ്പെട്ട ആളാണെന്നുള്ള രീതിയിൽ അപവാദം പറഞ്ഞു പരത്തി, അതായത് പരദൂഷണം പറഞ്ഞു. പരദൂഷകൻ തന്നെ മലിനനാക്കുന്നതാണ് പറയുക, അതായത് അവനാനെ തന്നെ ദുഷിച്ചവനാക്കുകയാണ് ചെയ്യുക, മലിനമാക്കുകയാണ് ചെയ്യുക പരദൂഷണം പറയുന്നവരെ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ ഇടപെടാത്ത ഒരാളാണെങ്കിൽ കൂടിയിട്ട് ഈ സ്ത്രീക്ക് ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വന്നത്. എല്ലാ വചനങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, ദുഷിച്ച കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, അവരുടെ നാവ് കൊണ്ട് അവർ തെറ്റ് ചെയ്തു. അത് യമധർമ്മൻ കണ്ടു. അപ്പോൾ ആ തെറ്റു കണ്ടെത്തിയത് കൊണ്ട് അവരിലേക്ക് അത് കൊടുത്തു എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ പറയുന്നേ, നമ്മളൊരു സ്ഥലത്തേക്ക് ചിലപ്പോൾ പോയിട്ടേ ഉണ്ടാവില്ല, നമുക്കതിനെപ്പറ്റി അറിയേ ഉണ്ടാവില്ല, മിണ്ടാതിരുന്നാൽ പോരെ, നല്ലത് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുക വേണം. പക്ഷേ അതൊന്നും ചെയ്യാതെ മോശപ്പെട്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പരുത്തുന്ന ധാരാളം പേരുണ്ട് അവിടെ. ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ഫംഗ്ഷന് പോയിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ അവർക്ക് അവിടെ അറ്റൻഡ് ചെയ്തിട്ടേ ഉണ്ടാവില്ല, എന്നാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മട്ടിലാണ് എല്ലാവരും സംസാരിക്കുക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്ത് തെറ്റുകൾ ചെയ്താലും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റ് തന്നെയാണ്, അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരാളും ഒരു തെറ്റും ചെയ്യാതിരിക്കുക. മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയിട്ട് സാധിക്കുമെങ്കിൽ നല്ലത് പറയുക, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, മോശം കാര്യങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കാതിരിക്കുക. അപ്പോൾ കഥയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക, കഴിയുന്നത് നല്ല കാര്യങ്ങൾ പറയാം. ചിലപ്പോഴേ നമ്മൾ ചെയ്യുന്ന ആ ഒരു തെറ്റുകളുടെ ഫലം നേരിട്ട് നമ്മളായിരിക്കില്ല അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ നമുക്കൊരു അനുഭവം നമ്മൾ കൈയോടി അങ്ങനെയൊന്നും ആവില്ല വരിക. നമുക്ക് വേണ്ടപ്പെട്ട ചിലരായിരിക്കാം അത് അനുഭവിക്കേണ്ടി വരിക, അത് നമ്മൾ കാണേണ്ടി വരും.
മക്കൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അതൊക്കെ സഹിക്കുമോ? അതേപോലെയുള്ള അവസ്ഥ, അത് ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയും നമ്മുടെ മനസ്സിനെ ഈ കാര്യങ്ങളൊക്കെ വേദനിപ്പിക്കും. അപ്പം നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണല്ലോ ഭഗവാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അത് എന്തുമാത്രം സങ്കടമുള്ള കാര്യമാണ്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക, അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക. അറിയാതെ നമുക്ക് സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. കഴിയുന്നതും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അതൊക്കെ തന്നെയാണ് നമ്മുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞു തരണതും. പിന്നെ തലമുടി ഒന്നും അഴിച്ചിട്ടിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാം. ഇന്ന് കുറച്ച് കൂടുതലുണ്ട്, 5 ലക്ഷത്തിലും കൂടുതലുണ്ട് കേട്ടോ. 5,16,896 നാമങ്ങളാണ് ഇന്നലെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നാമജപമൊക്കെ എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ അലങ്കാരവും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.